എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശതാധിപൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാക്കിയ അത്ഭുതം എന്ന വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുവാൻ വേണ്ടി നമ്മോടൊപ്പം പാസ്റ്റർ രാജേഷും പാസ്റ്റർ ജോയ് ജോൺ വന്നിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ജോയ് ജോൺ, ഈ ചർച്ചയിലേക്ക് നിങ്ങൾ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യപ്പെടുത്തിയ കഥയെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ആരാണ് ഈ ശതാധിപൻ? ശതാധിപൻ ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ സൈന്യവ്യൂഹത്തിൻ്റെ ഒരു പ്രത്യേക നായകൻ എന്ന് നമുക്ക് പറയാം, ഒരു ട്രൂപ്പ് ലീഡർ എന്നൊക്കെ നമുക്ക് പറയാം. 100 പേർക്ക് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അധികാരമുള്ളവനും ആളുകളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവനുമായിരിക്കും വ്യക്തിയാണ് ഈ ശതാധിപൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ. അതെ, 100 പേർക്ക് അധിപനാണ് ശതാധിപൻ. അവരുടെ ഒരു ട്രൂപ്പ് ലീഡറാണ്. ഓക്കെ, ഈ ശതാധിപൻ്റെ ദാസന് എന്താണ് രോഗം? ഇവിടെ ഈ ശതാധിപൻ വന്ന് കർത്താവായ യേശുവിനെ കാണുകയും കർത്താവായ യേശു ക്രിസ്തുവിനോട് എൻ്റെ ബാല്യക്കാരന് പക്ഷപാതം പിടിച്ചു കിടക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ്. പക്ഷപാതമാണ് ഈ അവൻ്റെ ബാല്യക്കാരൻ്റെ അസുഖം. പാസ്റ്റർ, ശതാധിപൻ്റെ ബാല്യക്കാരന് കർത്താവായ യേശു ക്രിസ്തുവിനാൽ സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ വിശ്വസിച്ചുവോ? ശതാധിപൻ വിശ്വസിച്ചിരുന്നു. തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ട ഒരു ശതാധിപനാണ്. പ്രത്യേകിച്ച് അവൻ ആ ദേശത്തെ ശതാധിപനാകുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് എവിടെ സഞ്ചരിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാളും കൂടിയായിരുന്നു ഈ ശതാധിപൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ പറയാനുള്ള കാരണം. അങ്ങനെ ശതാധിപൻ ഡയറക്റ്റ്ലി പോയി യേശുക്രിസ്തുവിനെ കാണുകയായിരുന്നു. നമ്മുടെ വചനം പറയുന്നത് ശതാധിപൻ കർത്താവായ യേശു എവിടെയായിരുന്നുവോ അവിടേക്ക് ശതാധിപൻ ചെന്ന് കർത്താവായ യേശുവിനോട് എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് വളരെ വേദനയാൽ വീട്ടിൽ കഴിയുകയാണ് എന്ന് ഈ ശതാധിപൻ വന്ന് കർത്താവായ യേശുവിനോട് പറയുകയാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു എന്താണ് മറുപടി പറഞ്ഞത്? യേശു ക്രിസ്തു അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കാനൊക്കെയാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. എന്നാൽ ശതാധിപൻ പറയുകയാണ്, യജമാനനെ, എൻ്റെ വീട്ടിലേക്ക് നീ വരണ്ട, ഞാനും ഒരു പ്രത്യേക ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും, ഏത് കാര്യം പറഞ്ഞിരുന്നാലും അനുസരിക്കും. അതുകൊണ്ട് അധികാരത്തിന് കീഴിലിരിക്കുന്ന എനിക്ക് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ ശതാധിപൻ പറയുകയാണ്, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇവിടെ ശതാധിപൻ പറയുകയാണ്, കർത്താവായ യേശുവെ, അങ്ങൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയാകും. കർത്താവായ യേശുവിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് അവൻ്റെ വീട്ടിൽ പോയി ബാല്യക്കാരനെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ശതാധിപൻ പറയുകയാണ്, അങ്ങ് എൻ്റെ വീടിനുള്ളിൽ കടക്കുവാൻ പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല, അങ്ങ് എൻ്റെ പുരക്കകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല. അപ്പോൾ ഒരു പാപത്തിൻ്റെതായ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ഞാനൊരു പാപിയാണ്, ഇത്രയും വിശുദ്ധനായ ദൈവത്തിൻ്റെ മകൻ കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ഭവനത്തിൽ കടക്കുവാൻ തക്കവണ്ണം ഞാനോ എൻ്റെ ഭവനമോ ശുദ്ധിയുള്ളതല്ല എന്നൊരു തോന്നൽ ശതാധിപനുണ്ടായിരുന്നു. ഒരു പാവബോധമുള്ളവനായിരുന്നു ശതാധിപൻ. ആ ബോധമാണ് കർത്താവായ യേശുവിനെ സ്പർശിച്ചത്. അപ്പം ശതാധിപൻ ഇങ്ങനെ മറുപടി നൽകിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ശതാധിപനോട് എന്താണ് തോന്നിയത്? ശതാധിപൻ്റെ ഈ മറുപടിയിൽ യേശു ക്രിസ്തു വിസ്മയിച്ചു പോയി. അതെ, ഇസ്രായേൽ കൂടെ ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് യേശു ക്രിസ്തു പറയുകയാണ്. താൻ ആ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചു, അത്ഭുത പ്രവർത്തികൾ ചെയ്തു, അതിശയ പ്രവർത്തികൾ ചെയ്തു. പക്ഷേ ഇതുപോലൊരു വിശ്വാസം, ഈ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസന് ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് നാം പറയാം. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, ഈ ശതാധിപൻ എന്ന് പറയുന്നവൻ വലിയ അധികാരമുള്ളൊരു വ്യക്തിയായിരുന്നു. അതായത് അഹങ്കാരത്തോടു കൂടി ഇരിക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ അഹംഭാവത്തോടെ സംസാരിക്കുവാൻ മുതിരാതെ തന്നെ താഴ്ത്തി, ഞാനൊരു പാപിയാണ്, എൻ്റെ കർത്താവായ യേശുവിന് എൻ്റെ അടുക്കൽ വരുവാനോ എൻ്റെ പുരയ്ക്കകത്ത് കടക്കുവാനോ പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല
എന്നൊരു ചിന്തയിലൂടെ തന്നെ താൻ താഴ്ത്തിയതായ ആ സ്വഭാവം, അതാണ് കർത്താവ് യേശു വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടത്. ശതാധിപന്റെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിൽ പോയായിരുന്നു പാസ്റ്റർ? കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ശതാധിപൻ പറയണം, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ അത്രത്തോളം അങ്ങേ ബഹുമാനിക്കുന്നു. ഈ വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വലിയ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. ദയവായിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് യേശു ക്രിസ്തു പറയുകയാണ്. എന്നാൽ യേശു ക്രിസ്തു പോകുവാൻ തയ്യാറാണ്. അവൻ പറയുകയാണ്, യജമാനനെ എൻ്റെ വീട്ടിൽ വരുവാൻ, എൻ്റെ വീട്ടിനായ സാഹചര്യം, നീ വലിയൊരു മനുഷ്യനെ സ്വീകരിക്കാനുള്ള കഴിവുകളും കാര്യങ്ങളൊന്നും സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ പറയല്ലേ. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിൻ്റെ ഭവനത്തിൽ വരുവാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ തന്നെയും നീ ഒരു വാക്ക് കൽപ്പിക്കാൻ പറഞ്ഞനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വാക്കിനാൽ യേശു ക്രിസ്തു ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പായി തന്നെ ശതാധിപന് പൂർണ്ണ സൗഖ്യം വന്നായിട്ടാണ് കാണുന്നത്. അപ്പം ശതാധിപന്റെ ഭവനത്തിൽ പോകാതെ തന്നെ ഒരു വാക്കിനാൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കാണുന്നു. പാസ്റ്ററിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടന്നിട്ടുണ്ടോ? അതെ, നമ്മൾ പലപ്പോഴും നാം ആവശ്യപ്പെടാതെ തന്നെ, നാം നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ മുന്നമേ അറിയുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നാം പറയാതെ തന്നെ നമ്മുടെ സ്വന്തം പിതാക്കന്മാർ അറിയുന്നത് പോലെ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നാം പറയും മുമ്പ് തന്നെ അതൊക്കെയും മനസ്സിലാക്കുകയും അതറിയുകയും നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന കർത്താവായ ദൈവം നമുക്കുണ്ട്. കാരണം ഒരു സമയത്ത് ഞാൻ ദൈവത്തെ അറിയാതിരുന്നതായ ആ സമയത്ത് എൻ്റെ അസുഖത്തെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി ആ ICU വിട്ട് പുറത്തു വരുവാനും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനായി മടങ്ങി വരുവാനും തക്കവണ്ണം കർത്താവ് ഇടവരുത്തുകയായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ കർത്താവായ യേശുവിനെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ അറിയാതിരുന്നതായ സമയത്ത് തന്നെ കർത്താവായ ദൈവം അവൻ്റെ കരങ്ങളെ എൻ്റെ നേർക്ക് നീട്ടുകയും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനായി പിന്നീട് പിൽക്കാല സമയത്ത് കർത്താവായ യേശുവിനെ അറിയുവാനും ആ സമയത്ത് ഞാൻ കിടന്നതായ സമയത്ത് എന്നെ സൗഖ്യമാക്കിയവൻ കർത്താവായ യേശുവാണ് എന്ന് ഞാൻ മനസ്സിലാക്കാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെയും ചെയ്യുവാനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനും ഒക്കെയുമായിട്ട് കർത്താവായ ദൈവം ഇടവരുത്തും. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, നാം ചോദിക്കാതെ തന്നെ ഇപ്രകാരം ഇവിടെ പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മെ പൂർണ്ണമായും പല സന്ദർഭങ്ങളിലും ഇപ്രകാരം സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കർത്താവായ യേശുവിന് സാധിക്കും. നാം ആവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ കരുതുന്നവനാണ് കർത്താവായ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ശതാധിപന്റെ വിശ്വാസം പോലെ കടുത്തതായിരിക്കണോ നമ്മുടെ വിശ്വാസവും? അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ ശതാധിപന് എത്രത്തോളം കർത്താവായ യേശു വിശ്വാസം ഉണ്ടായിരുന്നുവോ അപ്രകാരം തന്നെ നാമും വിശ്വാസത്തിൽ ബലമുള്ളവരായിരിക്കണം. അതാണ് നമ്മൾക്ക് ഇതിലൂടെ പഠിക്കാൻ തോന്നും സാധിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, കർത്താവായ യേശു ദൈവത്തിന് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാം ഇരിക്കുന്ന ഇടത്ത് ലോകത്തിൻ്റെ ഏത് സ്ഥാനത്താണെങ്കിലും നാം വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആഗ്രഹിക്കുന്ന സൗഖ്യം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. അതെ, ഇന്നും അവൻ ജീവിക്കുന്നതിൻ്റെ തെളിവാണത്. ഓക്കെ, വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു നമ്മളിവിടെ നടന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കടന്നു വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശതാധിപന്റെ വിശ്വാസം പോലെ നിങ്ങളുടെ വിശ്വാസം ഉറപ്പുള്ളതാണോ എന്നറിയുവാൻ കാത്തിരിക്കുക. വീണ്ടും വരിക. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ശതാധിപനെ കുറിച്ച് ബൈബിളിൽ മറ്റെന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ പാസ്റ്റർ? അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു പരാമർശം കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു പറയുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അനേകർ വന്ന് പന്തിക്കിരിക്കും എന്ന് കർത്താവായ യേശു പറയുകയാണ്. അതിന് വളരെ മർമ്മപ്രധാനമായ ചില അർത്ഥങ്ങളുണ്ട് ആ വാക്യത്തിൽ തന്നെ. കാരണം ജാതികളായ അനേകർ കർത്താവായ യേശുവിനെ അംഗീകരിക്കുമെന്നും അനേകർ ദൈവമക്കളായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടവരായ മക്കളായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അന്ത്യകാല സമയത്ത് കർത്താവായ ദൈവത്തോടൊത്ത് സ്വർഗീയ കൂടാരത്തിൽ വിരുന്നിരിക്കുമെന്ന് കർത്താവായ ദൈവം ഒരു പരാമർശം ഇവിടെ നടത്തുകയാണ്. ഇപ്പം ഇവിടെ വലിയ ജാതിയെന്നോ താഴ്ന്ന ജാതിയാണെന്നോ ഒരു വേർതിരിപ്പ് ഇവിടെ കാണുന്നില്ല. ഇതിനകത്ത് ഇതൊരു നല്ലൊരു ചോദ്യമാണ്. യേശു ക്രിസ്തു ദൈവം മനുഷ്യനെ നിർമ്മിച്ച ആദമിനെ ഹവ്വയെ മാത്രമേ ഉള്ളൂ.
ആദമിൻ്റെ ഹവ്വയുടെയും സന്തതി പരമ്പരകളല്ലാതെ ഈ ലോകത്തിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ജാതി വ്യവസ്ഥിതിക്കെതിരായിട്ട് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പിശാച് ചില ആലോചനകൾ കൊണ്ടുവന്ന് മനുഷ്യനെ തമ്മിൽ യോജിച്ച് പോകാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ ആത്മീയ കോളത്തിൽ വളരെ ശക്തമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഭൗതിക കോളത്തിൽ പോലെ അതിനേക്കാൾ കൂടുതലായിട്ട് അത് പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന വലിയൊരു മാർഗ്ഗമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നാം പഠിക്കുമ്പോൾ എന്നാൽ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും, ഈ വേദപുസ്തക പഠനത്തിൽ ദൈവത്തെ അറിയുന്നവരെ ദൈവമക്കളെന്നും ദൈവത്തെ അറിയാത്തവരെ ജാതികളെന്നും പറയുന്നുണ്ട്. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെ കർത്താവ് യേശു ക്രിസ്തു തള്ളിക്കളയത്തില്ല, സ്വീകരിക്കുന്നതാണ് അർത്ഥം. അതുകൊണ്ടാണ് കർത്താവായ യേശു പരാമർശിക്കുന്നത്. യോഹന്നാന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നു, എനിക്ക് ഇവരെ കൂടാതെ എനിക്കിപ്പോൾ ഉള്ളതായ ആടുകളെ കൂടാതെ ഇനിയും ഒത്തിരിയധികം ആടുകളുണ്ട്. അവരൊക്കെയും എന്നെ തേടി വരികയും ഒരു ഇടയൻ്റെ കീഴിലാവുകയും ചെയ്യും. അവരെല്ലാവരും ഒരു കൂട്ടത്തോടു കൂടി വരികയും ചെയ്യുമെന്ന് കർത്താവായ ദൈവം പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ത്യകാല സമയമാകുമ്പോഴേക്കും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, പാസ്റ്റർ നേരത്തെ പറഞ്ഞ പ്രകാരം, ജാതികളായ അനേകർ ദൈവത്തെ തേടി തിരിച്ച് മടങ്ങി വരുമെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജാതീയനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സമയമായപ്പോഴേക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ, ദൈവകൃപയാൽ വിളിക്കപ്പെട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇടയായി തീരുകയും ദൈവത്തിലേക്ക് ആശ്രയിച്ച് അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ട് കടന്നു വരുവാൻ തക്കൊണ്ട് കർത്താവായ ദൈവം ഇവിടെ വരുത്തി. അതുപോലെ അന്ത്യകാല സമയത്ത് അവൻ്റെ വരവിന് തൊട്ട് മുമ്പായിട്ട് അനേക ആയിരങ്ങൾ, അനേക ആടുകൾ മറ്റുള്ളതായ സഭകളിലും അല്ലെങ്കിൽ മറ്റുള്ളതായ ജാതികളായ അനേകർ കഴിയുന്നതായ എല്ലായിടത്തും നോക്കിയും അനേകരെ കടന്നു വരികയും ഈ ശതാധിപനെ പോലെ കർത്താവായ ദൈവത്തെ അംഗീകരിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി അംഗീകരിച്ചതായ അനേക ആയിരങ്ങൾ കർത്താവായ യേശുവിനെ തേടി അന്വേഷിച്ച് അവൻ്റെ വഴിയിലേക്ക് വരുമെന്ന് കർത്താവായ ദൈവപ്രകാരം പറയുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ, ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അഹരോൻ്റെ അടുത്ത് യാഗം അർപ്പിക്കാനൊക്കെയാണ് യാഗവസ്തുവിനെ കൊണ്ടുവരും. ഒരു കാളയെ കൊണ്ടുവരും, മൃഗത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രാകാരത്തിന് വെളിയിൽ വെച്ച് അതിൻ്റെ തൊലി ഉരിഞ്ഞ് കളയും. അതെ. പിന്നെ പുരോഹിതന് മുമ്പിൽ വരുമ്പോൾ ഇത് ചുവന്ന പശുവാണോ, ഇത് പുള്ളിയും പോരുമുള്ള കാളയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ പുരോഹിതന് വേണ്ടി യാഗം അർപ്പിക്കുന്നു. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിച്ച് കഴിയുമ്പോൾ അവന് പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവസഭയിൽ അവനൊരു പുതിയ അംഗമായിട്ട് മാറുകയാണ്. പിന്നെ നാം അവനെക്കുറിച്ച് ആ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നെങ്കിൽ അത് പിശാചിൻ്റെ ആലോചനയാണ്. അതായത് കർത്താവായ ദൈവത്തിന് വലിപ്പ ചെറുപ്പമോ പണക്കാരനെന്നോ ആ ഒരു വകഭേദം കർത്താവായ ദൈവത്തിന് ഇല്ല. മനുഷ്യർക്കാണ് ഈ വകഭേദങ്ങളൊക്കെയും. സഭയിൽ മുൻനിരയിൽ പണക്കാരായിരിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ളതായ വ്യക്തികൾക്ക് ഒരു പിന്നോക്കത്തിൻ്റെതായ അവസ്ഥ ഇന്ന് മനുഷ്യർ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രാജകീയ പുരോഹിത വർഗം ആകാനുള്ള ഒരു അവകാശമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടക്കണം ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക ജനം, രാജകീയ പുരോഹിത വർഗം, സ്വന്തം വംശം, എന്തെല്ലാം പേരുകളാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകം പോലും അങ്ങനെയുള്ളവരെ കാണുന്നത് വ്യത്യസ്തമായ അനുഭവത്തിലാണ്. ഇതാരുടെ പ്രവർത്തനമാണ്? അവരിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഭക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ മാനസാന്തരപ്പെട്ടെങ്കിൽ ജലമാകുന്ന കല്ലറയിൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ സകല പാപങ്ങളും കുഴിച്ചിട്ടിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ നാം ഉയർത്തി നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ഹൃദയത്തിനകത്തോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഈ ഒരു ചിന്താഗതി ഉണ്ടാകരുത്. ഇന്ന് നനഞ്ഞ പാപികളായിട്ടല്ല നാം മാറുന്നത്, കുതിർന്ന പാപികളായിട്ട്. ചിലർ പറയും പാപത്തിൻ്റെ അല്ലെങ്കിൽ സ്നാനക്കുളത്തിൽ ഇറങ്ങി കയറി വന്നപ്പെടുന്നതാണ് അവൻ സൗരഭ്യവാസന പുലർത്തേണ്ടതിന് പകരമായിട്ട് കുതിർന്ന നാറ്റപ്പെട്ട പാപിയായിട്ട് മാറുമെന്ന് പറയാറുണ്ട്. ഒരിക്കലും യേശുക്രിസ്തു അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ജലമാകുന്ന കല്ലറയ്ക്കകത്ത് നമ്മുടെ ജഡമാകുന്ന ശരീരം അടക്കി ജീവൻ്റെ പുതുക്കത്തിൽ ഉയർത്തി വരുമ്പോൾ അതൊരു സൗഭാഗ്യകരമായിരിക്കും അനുഭവമാണ്. ഇവിടെ ഒന്നാമത് നാം നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞിട്ട് മാത്രമേ ജലമാകുന്ന കല്ലറയിൽ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ അടക്കാവുള്ളൂ. അതിവിടെ നമുക്ക് കാണാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശതാധിപന്മാരെ പോലെ അനേകരിന്ന് സഭ തേടി കടന്നു വരുന്നുണ്ട്. കർത്താവായ യേശുവിനെ അറിഞ്ഞ്
പൂർണ്ണമായും മാനസാന്തരത്തോടു കൂടി വളരെ വിശ്വാസത്തോടെ കടന്നു വരുന്ന അനേക ശതാധിപന്മാരെ നമുക്ക് നമ്മുടെ സഭകളിൽ നിന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു സ്വീകരണത്തിന്റെ അനുഭവം നമ്മുടെ സഭകളിൽ നിന്നുണ്ടോ? സഭകളിലില്ല. ഒരു വ്യത്യസ്ത ജാതി എന്നുള്ള ഒരു പരിഗണനയാണ്. അത് പലപ്പോഴും മറ്റൊരു ഭാഗത്തുനിന്ന് വന്നവൻ എന്ന ഒരു പരിഗണന നൽകി അവരെ പലപ്പോഴും പുറന്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് കാണുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു വ്യക്തി വന്നതായ സമയത്ത് അവനെ പ്രശംസിക്കുകയാണ്, അവൻ വിശ്വാസം വലുതെന്ന് പറയുകയാണ്. ആ ഒരു മനോഭാവം ഇന്ന് പല സഭകളിലും കാണുന്നില്ല. മറ്റുള്ളവർ കർത്താവായ യേശുവിനെ അറിഞ്ഞ് തേടി വരുമ്പോൾ ഇന്ന് അപ്രകാരം അനേകർ കടന്നു വരുന്നുണ്ട് ഇന്ന് ഈ സമയങ്ങളിൽ. അങ്ങനെ തേടി വരുമ്പോൾ നാം അവരുടേതായ ജാതിയോ വംശമോ കുലമോ കള്ളറോ പണക്കാരനോ അതൊന്നും നോക്കാതെ ക്രിസ്തുവിനെ അംഗീകരിച്ചവനെന്ന നിലയ്ക്ക് നാം അവരെ കൈക്കൊള്ളതായിട്ടുണ്ട്. കർത്താവായ ദൈവം അതാണ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. നാം അത് തീർച്ചയായും ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാനും അനേക ശതാധിപന്മാർ പ്രകാരം നമുക്ക് ലഭിക്കുവാനും കൊണ്ട് കർത്താവ് ഇടവരുത്തും. അതിന് മത മേലധ്യക്ഷന്മാർ നോക്കിക്കൊണ്ടും രാഷ്ട്രീയ പ്രമുഖന്മാർ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനിയെ പോലെ ജീവിച്ചാൽ ലോകത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ നടക്കുമായിരുന്നു. അതെ, നാം ദൈവത്തെ അറിയുന്നെന്ന് പറയുകയും പിശാച് ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വലിയവരെന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും ഇറങ്ങി പ്രവർത്തിച്ച് വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് നീക്കൊണ്ടുവരുന്നത്. നാം സ്നാനപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു ദൈവവൈതരനെ അവൻ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വാത്സല്യ സഹോദരി എന്ന് പറഞ്ഞ് നാം അവരെ അംഗീകരിപ്പാൻ തയ്യാറായാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും കടന്നു വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച തുടരുന്നതായിരിക്കും. കാത്തിരിക്കുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ശതാധിപൻ്റെ അത്ഭുത കഥയിൽ ഞാൻ ഒരിക്കൽ വായിച്ചു കേട്ടിട്ടുണ്ട്, കരച്ചിലും പല്ലും കടിയും ഉണ്ടാകുമെന്ന്. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ പറയാനുള്ളത്? ഇവിടെ ഒരു പ്രാവശ്യം ഞാനൊരു കഥ ഇങ്ങനെ ഓർക്കുകയാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ ആഫ്രിക്കയിലായിരുന്നായ സമയത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികളൊക്കെയും അദ്ദേഹത്തോട് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ക്രിസ്ത്യൻസ് ലീവ് എ ലൈഫ് ദാറ്റ് ഓഫ് ജീസസ്, ദി ഹോൾ ഇന്ത്യ വിൽ ബി യുവേഴ്സ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെയും കർത്താവായ യേശുവിനെ പോലെ ജീവിക്കുവാൻ ശീലിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. ഇന്ന് പല ക്രിസ്ത്യാനികളും പേരിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ക്രിസ്ത്യാനി എന്ന പേരിന് വേണ്ടി മാത്രം, കർത്താവ് പറയുന്ന പോലെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ശരിക്കും ക്രിസ്ത്യാനികളായി ജീവിക്കേണ്ടുന്നവർ. അപ്പോൾ നാം ഇന്ന് ഇവിടെ ചോദിച്ച ചോദ്യം പോലെ ഇന്ന് അന്ത്യകാല സമയത്ത് പല്ലുകടിയും കരച്ചിലും അധികം ഉണ്ടാകുവാൻ പോവുകയാണ്. കാരണം അനേക വർഷങ്ങളായിട്ട് കർത്താവിനെ അറിഞ്ഞവർ, സഭകളിൽ ഇരിക്കുന്നവർ, വചനം പഠിക്കുന്നവരൊക്കെയും ഇന്ന് ജീവിക്കുകയും അതേസമയം ലോകത്തോട് കൂറുള്ളവരുമായി കാണപ്പെടുകയാണ്. ഇന്ന് ശതാധിപനെ പോലെ ഒരു വിശ്വാസമുള്ളതായ മനുഷ്യർ നമ്മൾ ഇന്ന് സഭകളിൽ കാണുന്നില്ല, വളരെ കുറവാണ്. ഒരു പ്രയാസമോ പ്രശ്നമോ ഉണ്ടായാൽ ഉടനെ ലോകത്തോട് പോയി ചേരുക, അല്ലെങ്കിൽ ലോകത്തോട് ചെല്ലുക. എന്തെങ്കിലും ഒരു പ്രയാസം സഭയിൽ ഉണ്ടായാൽ ഉടനെ സഭ വിട്ടു പോകുക, സഭയിലെ മറ്റുള്ളവരെ പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം സഭ വിട്ടു പോകുവാനൊക്കെയും ആൾക്കാർ തയ്യാറാവുകയാണ്. അപ്പോൾ ഇന്ന് ശതാധിപന്മാരെ പോലുള്ളതായ വിശ്വാസികളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. ആ ഒരു പ്രയാസം നമ്മുടെ സഭകളിൽ നേരിടുകയാണ്. പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നീ കള്ളനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇന്ന് നാം നമ്മുടെ വായിൽ കൂടെ പറയുന്നു, നമ്മുടെ ശരീരവും പ്രവൃത്തിയൊക്കെയും വ്യത്യസ്തമായവ. സാധാരണ പറയാറുണ്ട്, വി ആർ ഫുൾ പിച്ച്, വി ആർ ഹീറോ, ബട്ട് പ്രാക്ടിക്കൽ ലൈഫ് ഈസ് വി ആർ സീറോ. നമ്മൾ ഭയങ്കര ഹീറോയാണ് പുൾപിറ്റിൽ, പക്ഷേ ജീവിതത്തിൽ സീറോയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാണ്ടൊക്കെയാണ് ദൈവങ്ങളെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പണ മനോഭാവത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി നമ്മളിൽ സ്വീകരിച്ച് നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണൊരു ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകമായിരിക്കും അനുഭവം. അപ്പം ശതാധിപനെ പോലെ വിശ്വാസം ഉള്ളവർ നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകത്തില്ല, അല്ലേ? ആ അവസാന നാളുകളിൽ അവർ കരയേണ്ടതായ ഒരു അവസ്ഥ അവർക്ക് വരികയില്ല. ഇവിടെ ശതാധിപൻ പോകുന്ന മാത്രയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യമെന്ന് നമ്മുടെ വചനം പറയുകയാണ്. കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് നടക്കട്ടെ എന്ന് പറയുകയും അവൻ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ സമയത്ത് ആ യാത്രയിൽ തന്നെ, ആ സമയത്ത് തന്നെ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരികയാണ്. അപ്പോൾ ഇത്രത്തോളം വിശ്വാസമുള്ള
ശതാധിപന്മാർ നമുക്കിന്ന് നമ്മുടെ സഭകളിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ സഭ ഇന്ന് ജീവനുള്ളതായ ക്രിസ്തു വസിക്കുവാൻ സാധിക്കുന്നതായ ഒരു സഭകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നാം അത്രത്തോളം ക്രിസ്തുവിന് കൊള്ളാകുന്നവരെ നമ്മൾ ജീവിക്കണം. നാം വെറുതെ പേരിന് മാത്രം സഭയിൽ വരിക പോവുക ആ ഒരു അവസ്ഥ നിന്ന് മാറി ദൈവത്തെ നാമധേയ ക്രിസ്ത്യാനിത്വം നടക്കുന്നുണ്ടല്ലേ? അതെ, നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കാതെ ക്രിസ്തുവിനോട് ജീവിക്കുന്ന വിശ്വാസികളായിട്ട് നമുക്ക് മാറുവാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ സഭ ആദിമ സഭകളിലുള്ളത് പോലെ തന്നെ ജീവസുറ്റതായ, ആത്മാവുള്ളതായ, പരിശുദ്ധാത്മാവുള്ളതായ, ദൈവത്തിൻ്റെ കൃപയുള്ളതായ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സഭയായിട്ട് മാറുകയും അനേകർ സഭയെ തേടി കർത്താവായ യേശുവിനെ തേടി വരുവാൻ തക്കവണ്ണയായി തീരുകയും ചെയ്യും. നാം ഇന്ന് വരേക്കും ജീവിക്കുവാൻ, കർത്താവ് നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ, നാം പ്രസംഗിക്കുവാൻ വലിയ കേമന്മാരാണ്, എന്നാൽ ജീവിക്കുവാനാണ് നാം പലവരും ശീലിക്കാത്തത്. അപ്പം നാം ജീവിക്കുവാൻ കൂടി ശീലിച്ചാൽ, ക്രിസ്തു പഠിപ്പിച്ച അതേ മാതൃക നമ്മൾ ജീവിക്കുവാൻ കൂടി ശീലിച്ചാൽ, നമുക്ക് തീർച്ചയായും ഒരു നല്ല ഉദാഹരണമായി, ഒരു നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ സാധിക്കും. ഇന്ന് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ സഭയിലേക്ക് ഒരു പുതിയ വ്യക്തി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നൊരു ഭവനത്തിലേക്ക് ഒരു മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനും അവരുടെ ക്ഷേമാന്വേഷണം നടത്തുവാനൊക്കെ വളരെ പ്രയാസമുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ എൻ്റെ യാത്രയിൽ എനിക്ക് പഠിക്കാനൊക്കെ കഴിച്ചതിൽ മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് അറബികളെ സംബന്ധിച്ച് അവർ വളരെ ആ കാര്യത്തിൽ സ്നേഹമുള്ളവരാണ്. ആരെ കണ്ടിരുന്നാലും ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ഇസ്ലാം അലൈക്കും, കെയ്ഫ് ആലഖ് എന്നൊക്കെ പറഞ്ഞ് അവരോട് ഷെയ്ക്കാൻഡ് കൊടുത്ത് ഹൗ ആർ യു ഫൈൻ എന്നൊക്കെ ചോദിച്ച് അവരോട് സംസാരിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യും. ഒരു ദിവസം ആ മനുഷ്യൻ എത്ര പേരെ കാണുന്നു അവർക്കൊക്കെ അങ്ങനെ പറയുകയാണ്. അവർ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നീ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നാം തന്നെ സ്വയമായിട്ട് സുഖമാകുന്ന കാര്യങ്ങളാണ്. അനേകം നല്ല കാര്യങ്ങൾ ഈ അറബികളുടെ ഇടയിൽ നിന്ന് പഠിക്കാനൊക്കെ കൊണ്ട് സാധിക്കും. എന്നാൽ ഈ സമയത്ത് ദൈവമക്കളെ സംബന്ധിച്ച് അവരെ കാര്യം ചെയ്യാൻ എത്രമാത്രം അവരതിനകത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പലർക്കും സമയമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ലോകത്ത്. എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ഭയങ്കര ബിസിയാണ്. ആർക്കും സമയമില്ല, പള്ളിയിൽ വരാൻ സമയമില്ല, വചനം പഠിക്കാൻ സമയമില്ല, പ്രാർത്ഥിപ്പാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. എന്തോ ചെയ്യുകയാണ്, എന്തിനോ വേണ്ടി ഇങ്ങനെ ജനം ഓടുകയാണ്. എവിടേക്ക് ഓടുന്നു അവർക്ക് ആർക്കും അറിയില്ല. എല്ലാവരും തിരക്കിലാണ്. ഈ തിരക്കൊക്കെ മാറ്റി നാം ക്രിസ്തുവിന് വേണ്ടി കൊള്ളാകുന്നവരെ ജീവിപ്പാൻ നാം സ്വയം തീരുമാനമെടുത്താൽ, ഒരു നല്ല ശതാധിപനെ പോലെ വിശ്വാസം, ഇവൻ്റെ വിശ്വാസം കണ്ട് കർത്താവായ യേശു ക്രിസ്തു അവനെ പ്രശംസിച്ചതുപോലെ നമ്മയും നോക്കി കർത്താവായ ദൈവം അപ്രകാരം പ്രശംസിക്കാൻ തക്കവണ്ണം തീർച്ചയായും ഇടവരും. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയുടെ അവസാനമായിട്ട് നമുക്ക് പാസ്റ്റർ രാജേഷുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഇന്നിപ്രകാരം ഒരു ചർച്ചയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് ഈ ചർച്ച കേട്ടതായ എല്ലാ പ്രിയ പ്രേക്ഷകരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് ശതാധിപനെ പോലെ വിശ്വാസമുള്ള അനേകരെ കർത്താവ് ഈ ലോകത്തിൽ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പ്രയാസത്താലും അസുഖത്താലും ഭാരത്താലും കഴിയുന്ന അനേകരെ കർത്താവ് ഇന്ന് ലോകത്തുണ്ടല്ലോ. കർത്താവ് ഞങ്ങൾ ഈ ചർച്ച കണ്ടതായ ആരെങ്കിലും ഈ പ്രകാരം പ്രയാസത്താലോ ഭാരത്താലോ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ കർത്താവായ ദൈവം അങ്ങയുടെ കരങ്ങളെ നീട്ടി അവരുടെ വിശ്വാസത്തെ കണ്ട് അവരെ മാനിച്ച് കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരായിരുന്നു കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നല്ല വിശ്വാസമുള്ളവരായി ജീവനുള്ള വിശ്വാസികളായി അറിയപ്പെടുവാനും ദൈവം മാനിക്കുന്ന, ദൈവം പ്രശംസിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന നല്ല വിശ്വാസികളായി കാണപ്പെടുവാനും തക്കവണ്ണം സ്നേഹവാനായി ദൈവം അവരെ സഹായിക്കുമാറാകണമേ. എല്ലാവിധമായ നന്മകൾക്കുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ ദൈവമേ, ആമേൻ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാസ്റ്റർ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ടിവിയുടെ നാമധേയത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂടി സ്വർഗത്തിലായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ശതാധിപനെ പോലെ വിശ്വാസമുള്ളവരായിരിക്കുക. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.